ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ, സുശാന്താണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ വീക്ക്ലി പോഡ്കാസ്റ്റിൽ അടുത്ത ആഴ്ച അമേരിക്കയിൽ വരാൻ പോകുന്ന അൺഎംപ്ലോയ്മെൻറ്റ് ഡാറ്റയെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ട് ഫെഡറൽ റിസർവിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ വളരെ നിഷ്കളങ്കമായിട്ട് അദ്ദേഹം ചോദിച്ചു, ഇതൊക്കെ വലിയ വലിയ ഡാറ്റകളൊക്കെ അങ്ങ് പറയുന്നു, പക്ഷേ എന്താണ് ഇതിൻ്റെ അർത്ഥം, എങ്ങനെയാണ് ഇത് റിലേറ്റ് ചെയ്തത് സ്റ്റോക്ക് മാർക്കറ്റുമായിട്ടെന്ന് തോന്നി. അപ്പോൾ എനിക്കും തോന്നി ഒരുപാട് ആൾക്കാർ ഇതൊക്കെ കേൾക്കുന്നുണ്ടാവും, എന്താണ് ഇതിൻ്റെ യഥാർത്ഥ ബന്ധം എന്നറിയാൻ പറ്റുന്നുണ്ടാവില്ല. ഒരു രാജ്യത്തെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് അല്ലെങ്കിൽ തൊഴിലില്ലായ്മ കൂടിക്കൂടി വരിക എന്നതിൻ്റെ അർത്ഥം അവിടുത്തെ ജനങ്ങളുടെ വാങ്ങാനുള്ള ശേഷി അല്ലെങ്കിൽ പർച്ചേസിങ് പവർ കുറഞ്ഞു വരുന്നു. അങ്ങനെ വരുന്ന സമയത്ത് അവിടെ ഉണ്ടാക്കുന്ന സാധനങ്ങൾക്ക് ഡിമാൻഡ് കുറയുന്നു. അപ്പോൾ മൊത്തത്തിൽ ആ എക്കോണമി ഒരു സ്ലോ ഡൗണിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതായത് ആ സമയത്ത് സെൻട്രൽ ബാങ്കുകൾ, അതാത് രാജ്യത്തെ സെൻട്രൽ ബാങ്കുകൾ പലിശ നിരക്ക് കുറച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് കൂടുതൽ പൈസ എത്തിക്കുകയും അവരുടെ പർച്ചേസിങ് പവർ റിവൈവ് ചെയ്യാനുള്ള ശ്രമവും നടത്തും. അതായത് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് റേറ്റ് കുറയുന്നു, തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു എന്നതിൻ്റെ അർത്ഥം അവിടെ സെൻട്രൽ ബാങ്കുകൾ ഇടപെട്ടുകൊണ്ട് പലിശ നിരക്ക് കുറച്ച് ജനങ്ങളിലേക്ക് കൂടുതൽ പണം എത്തിച്ചുകൊണ്ട് അവരുടെ പർച്ചേസിങ് പവർ നിലനിർത്താനാണ് ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ എക്കോണമിയിൽ ഡിമാൻഡ് കൂടിയിട്ട് സാധനങ്ങൾ വീണ്ടും വലിയ രീതിയിൽ നടക്കുകയുള്ളൂ. അതേസമയം ഒരു രാജ്യത്ത് അതായത് പേറോൾ ഡാറ്റ അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് ഡാറ്റ കൂടിക്കൂടി വരുന്നു, ജോബുകൾ കൂടുതലായിട്ടുണ്ട്, എംപ്ലോയ്മെൻറ്റ് റേറ്റ് കൂടിക്കൂടി വരുന്ന സമയത്ത് ആൾക്കാർക്ക് കയ്യിൽ കാശ് എത്തുകയും അവരുടെ പർച്ചേസിങ് പവർ, അവരുടെ വാങ്ങൽ ശേഷി വർദ്ധിക്കുകയും ചെയ്യും. അതിൻ്റെ സ്വാഭാവികമായിട്ടും വിലക്കയറ്റം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് സ്വാഭാവികമായിട്ടും പതുക്കെ നടന്നു കയറും. ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്, കാരണം എല്ലായിടത്തും പൈസയുണ്ട്, അപ്പോൾ എല്ലാവർക്കും വാങ്ങൽ ശേഷി കൂടുതലാണ്, അപ്പോൾ എല്ലാവരും പൈസ സ്പെൻഡ് ചെയ്തുകൊണ്ട് ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ പണപ്പെരുപ്പം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടുകയും ചെയ്യും. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സെൻട്രൽ ബാങ്ക് എന്താണ് ചെയ്യുക? ആ അധികമായിട്ടുള്ള പർച്ചേസിങ് പവർ ജനങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്തു മാറ്റാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയിട്ടാണ് അത് കൺട്രോൾ ചെയ്യുക. ഇൻഫ്ലേഷൻ കൂടുന്ന സമയത്ത് സെൻട്രൽ ബാങ്കുകൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയിട്ടാണ് ചെയ്യുക. അതായത് ഒരു രാജ്യത്ത് പണപ്പെരുപ്പം അല്ലെങ്കിൽ എല്ലാവർക്കും എംപ്ലോയ്മെൻറ്റ് ഡാറ്റ കൂടി വരുന്ന സമയത്ത് ഇൻഫ്ലേഷൻ കൂടുന്നത് കൊണ്ട് തന്നെ RBI പോലുള്ള അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കുകൾ പലിശ നിരക്ക് ഉയർത്തിക്കൊണ്ടാണ് അതിനോട് പ്രതികരിക്കുക. അതേസമയം എംപ്ലോയ്മെൻറ്റ് ഡാറ്റ കുറഞ്ഞു വരികയാണെങ്കിൽ ഡിമാൻഡ് കുറയുന്നു, ആൾക്കാരുടെ വാങ്ങൽ ശേഷി കുറയുന്നു. ആ സമയത്ത് ജനങ്ങളിലേക്ക് കൂടുതൽ പൈസ എത്തിക്കാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുകയാണ് സ്വാഭാവികമായിട്ടും സെൻട്രൽ ബാങ്കുകൾ ചെയ്യുക. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയനുസരിച്ച് അമേരിക്കയിലെ പുതിയ ഡാറ്റ അനുസരിച്ച് ഏകദേശം 75 ലക്ഷത്തോളം ആൾക്കാർക്കാണ് ഓഗസ്റ്റ് മാസത്തിൽ തൊഴിലില്ലായ്മ അനുഭവപ്പെട്ടിരിക്കുന്നത്. ഏകദേശം 4.3% തൊഴിലില്ലായ്മ വർദ്ധിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എക്കോണമി ഒരു സ്ലോ ഡൗണിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ സെൻട്രൽ ബാങ്കുകൾ സ്വാഭാവികമായിട്ടും പലിശ നിരക്കുകൾ കുറച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് കൂടുതൽ പൈസ എത്തിക്കാൻ ശ്രമിക്കും. ഇതാണ് മാർക്കറ്റും പ്രതീക്ഷിക്കുന്നത്. ഈ ആഴ്ച വരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ അമേരിക്കൻ സെൻട്രൽ ബാങ്ക് പലിശ നിരക്ക് കുറക്കുമോ എന്നുള്ളതാണ് മാർക്കറ്റും വിപണിയും ഒക്കെ തന്നെ